അയ്യപ്പൻകോവിൽ ആലടി പൂവന്തിക്കുടി 6 ഏക്കർ റോഡിൽ വലിയ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ശേഷമാണ് മരം വീണത്. കട്ടപ്പന ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ പണിപ്പെട്ടാണ് മരം വെട്ടി നീക്കിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. മഴയില്ലാതെ വലഞ്ഞ ഹൈലൻഡ് നിവാസികൾക്ക് മഴ പെയ്തപ്പോൾ ദുരിതം വിതച്ചു തുടങ്ങി. ഇന്നലെ 5-ന് ആരംഭിച്ച മഴ പലയിടത്തും പുലർച്ചെ വരെ നീണ്ടു. മഴയ്ക്ക് അകമ്പടിയായി കാറ്റും ഇടിമിന്നലും ഉണ്ടായി. മഴ മാറിയതിന് തൊട്ടു പിന്നാലെയാണ് വൻമരം പൂവന്തിക്കുടിയിൽ കടപുഴകി വീണത്. 200 ഇഞ്ച് വരുന്ന ചോലയിനത്തിൽപ്പെട്ട വൻമരമാണ് കടപുഴകി റോഡിന് കുറുകെ വീണത്. മരം വീണ സമയത്ത് ഇതുവഴി വാഹനങ്ങൾ വരാതിരുന്നത് വലിയ അപകടമാണ് ഒഴിവായത്. പൂമല കാപ്പിത്തോട്ടത്തിൽ നിന്നിരുന്ന മരമാണ് റോഡിന് കുറുകെ വീണ് ഗതാഗത തടസ്സം ഉണ്ടാക്കിയത്. പഞ്ചായത്തിൽ ആലടി പൂവന്തിക്കുടി ഇടപ്പൂക്കുളം റോഡിൻ്റെ പൂവന്തിക്കുടി ഭാഗത്തായിട്ട് പൂമല എസ്റ്റേറ്റിൻ്റെ വലിയൊരു മരം, അതായത് 200 ഇഞ്ച് അടി വണ്ണമുള്ള മരമാണ് കടപുഴകി വീണിരിക്കുന്നത്. രാത്രിയിലെ മഴയായിരുന്നു, രാത്രിയിലെങ്ങാണ്ടാണ് വീണത്. രാത്രി സമയത്തായതുകൊണ്ട് വൻ അപകടം ഒഴിവായിട്ടുണ്ട്. വൻമരം കടപുഴകി വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതവും മുടങ്ങി. പുലർച്ചെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി വിവരം ഫയർഫോഴ്സിലും വനം വകുപ്പിലും അറിയിച്ച ശേഷമാണ് മരം വെട്ടി നീക്കാൻ നടപടി ആരംഭിച്ചത്. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതിനാൽ ഇതുവഴിയാണ് കുമിളി ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഉച്ചവരെ ഗതാഗതവും മുടങ്ങി. 12 മണിയോടെ മരം മുറിച്ച് നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.